ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്നേഹമുള്ളവരെ, ഇന്ന് ദൈവത്തിൻ്റെ ജീവനുള്ള വചനത്തിൽ നിന്നുള്ള സന്ദേശം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ വചനത്തിൽ നിന്ന് കേൾക്കുന്ന ഒരു സന്ദേശമാണ് അനുതാപത്തെക്കുറിച്ച്. എല്ലാവരും അനുതപിക്കണമെന്നും എല്ലാവരും മാനസാന്തരപ്പെട്ട് ദൈവസ്നേഹത്തിൽ ജീവിക്കണമെന്നും വചനം ആഗ്രഹിക്കുന്നു, ദൈവം ആഗ്രഹിക്കുന്നു. വചനം കേൾക്കുമ്പോൾ നമുക്കും അങ്ങനെയുള്ള ചില തോന്നലുകൾ ഉണ്ടാകുന്നു. പക്ഷേ രണ്ട് തരത്തിലുള്ള അനുതാപം ഇന്ന് ഈ ലോകത്തിൽ മനുഷ്യരുടെ ഇടയിൽ കണ്ടുവരുന്നുണ്ട്. ഈ രണ്ട് വ്യത്യസ്തമായ തരത്തിലുള്ള അനുതാപത്തെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും ഇന്ന് നിങ്ങളോട് വചനത്തിൽ നിന്ന് സംസാരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് ഏത് തരത്തിലുള്ള അനുതാപമാണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? ഇതിനായിട്ട് വേദപുസ്തകത്തിലെ രണ്ട് കഥാപാത്രങ്ങളെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. രണ്ടുപേരും തെറ്റ് ചെയ്തവരാണ്, രണ്ടുപേരും അനുതപിച്ചവരാണ്. പക്ഷേ ഈ രണ്ടുപേരുടെയും അനുതാപത്തിൽ ഉണ്ടായ ചില വ്യത്യസ്തമായ അനുഭവങ്ങളെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. ഈ രണ്ടുപേരും യേശുവിൻ്റെ അപ്പോസ്തലന്മാരിൽപ്പെട്ട വ്യക്തികളാണ്. ഒന്നാമത്തെ വ്യക്തി യൂദാശ്ലീഹായാണ്, രണ്ടാമത്തെ വ്യക്തി പത്രോസ്ലീഹായാണ്. യേശുവിനെ 30 വെള്ളിക്കാശിന് ചുംബനം കൊണ്ട് ഒറ്റുകൊടുത്ത യൂദായും യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസും. ഈ രണ്ടുപേരും തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം. യൂദാ ചെയ്ത തെറ്റ് തൻ്റെ ഗുരുവിനെ 30 വെള്ളിക്കാശിന് വേണ്ടി ദ്രവ്യാഗ്രഹത്തിൻ്റെ പുറത്ത് കാണിച്ചു കൊടുത്തു, ഒറ്റുകൊടുത്തു എന്നുള്ളതാണ്. എങ്കിൽ പത്രോസ് ചെയ്ത തെറ്റ് യേശുവിനെ ഞാൻ അറിയുക പോലുമില്ല എന്നുള്ള വാക്കുകളിലൂടെ യേശുവിനെ പൂർണ്ണമായിട്ടും തള്ളിപ്പറഞ്ഞ തെറ്റാണ്. ഈ രണ്ട് തെറ്റും തമ്മിലൊന്ന് താരതമ്യപ്പെടുത്തുമ്പോൾ എനിക്ക് തോന്നാറുള്ള ഒരു കാര്യമുണ്ട്. യൂദാ ചെയ്തതിനേക്കാൾ വലിയ തെറ്റാണ് പത്രോസ് ചെയ്തത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം യൂദാ അവിടെ നുണയൊന്നും പറയുന്നതായിട്ട് കാണുന്നില്ല. യൂദാ മഹാപുരോഹിതന്മാരോട് പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് യേശുവിനെ കാണിച്ചു തരാമെന്നാണ്. മറ്റൊരു ആംഗിളിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ അതിലൊരു സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ശൈലി കൂടിയുണ്ട്. എന്താണ് ആ സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ശൈലി? ഒരു വ്യക്തിക്ക് യേശുവിനെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണല്ലോ സുവിശേഷം എന്ന വലിയ ദൗത്യം തന്നെ. അപ്പോൾ ഒരു തരത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ യൂദാ ചെയ്തത് ഒരു സുവിശേഷ വേലയാണ്. പക്ഷേ യൂദാ ചെയ്ത സുവിശേഷ വേലയുടെ പിന്നിൽ യൂദായ്ക്ക് ദ്രവ്യാഗ്രഹം എന്ന് പറയുന്ന ഒരു തലമുണ്ടായപ്പോൾ അത് യേശുവിനെ ഒറ്റുകൊടുക്കുന്ന അനുഭവമായി മാറി. ഏതൊരു സുവിശേഷ പ്രവർത്തനത്തിൻ്റെയും പിന്നിൽ ഈ തരത്തിലുള്ള സ്വാർത്ഥപരമായ ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ അത് ദൈവത്തെ ഒറ്റുകൊടുക്കുന്നതിന് തുല്യമായി മാറുമെന്നുള്ള സന്ദേശമാണ് ഈ വചനഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുക. യേശുവിനെ മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ദൈവികമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അതിൻ്റെ പിന്നിൽ ദ്രവ്യാഗ്രഹം കടന്നു വന്നപ്പോൾ, പണത്തോടുള്ള ആഗ്രഹം കടന്നു വന്നപ്പോൾ അത് ഒറ്റുകൊടുക്കുന്ന അനുഭവമായി മാറി. അതാണ് യൂദാ ചെയ്ത തെറ്റ് എന്ന് പറയുന്നത്. യൂദാ ചെയ്തത് യൂദായുടെ പ്രവൃത്തി ആയിരുന്നില്ല തെറ്റ്, മറിച്ച് ആ പ്രവൃത്തി ചെയ്തപ്പോൾ അതിൻ്റെ പിന്നിൽ യൂദായ്ക്കുണ്ടായിരുന്ന മനോഭാവമായിരുന്നു തെറ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതോടൊപ്പം തന്നെ പത്രോസ്ലീഹായെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പത്രോസ്ലീഹ ചെയ്തതിനെ വളരെ വലിയ തെറ്റായിട്ട് തന്നെയാണ് എനിക്ക് കാണാൻ സാധിക്കുക. യൂദായുടെ പ്രവൃത്തി പിന്നെയും യേശുവിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഒരു അനിവാര്യ ഘടകമായിരുന്നു എന്നുകൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാരണം യൂദാ യേശുവിനെ ഒറ്റുകൊടുക്കുന്നതിലൂടെ യേശു പിതാവാൻ ദൈവത്തിൻ്റെ പദ്ധതിയായ പീഡാസഹനങ്ങളിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ള ഒരു തലം നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. സത്യത്തിൽ യേശുവിനെ ഒറ്റുകൊടുക്കുന്ന സമയത്ത് യൂദായുടെ മനസ്സിൽ യേശുവിനെ ഒറ്റുകൊടുക്കണമെന്നുള്ള ഒരു ചിന്തയായിരുന്നില്ല, ദ്രവ്യാഗ്രഹം മാത്രമായിരുന്നു. അതിൻ്റെ പിന്നിൽ യൂദാ ചിന്തിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. യേശു ഒരുപാട് അത്ഭുത പ്രവർത്തികളൊക്കെ ചെയ്യുന്ന വ്യക്തിയായതുകൊണ്ട് ഞാൻ അവനെ കാണിച്ചു കൊടുത്താൽ തന്നെയും യേശു ഏതെങ്കിലും വിധേന രക്ഷപ്പെട്ട് അവരിൽ നിന്ന് ഒഴിവായി പോകും, എനിക്ക് പണം കിട്ടുകയും ചെയ്യുമെന്നുള്ള ഒരു ചിന്തയായിരുന്നു യൂദായ്ക്കുണ്ടായിരുന്നത്. പക്ഷേ യേശു എന്തുകൊണ്ട് അങ്ങനെ ഒഴിവായി പോയില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം ഈ കുരിശുമരണവും ഈ ഒറ്റുകൊടുക്കലും ഈ പീഡാസവനവും എല്ലാം തൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഒരു ഭാഗമായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ യൂദായുടെ പ്രവൃത്തിയുടെ പിന്നിൽ സ്വാർത്ഥതയുണ്ടായിരുന്നുവെങ്കിൽ കൂടിയും അതിനെ ദൈവിക പദ്ധതിയുടെ ഒരു ഭാഗമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ പത്രോസ്ലീഹായുടെ പ്രവൃത്തിയെ നമ്മൾ എടുത്തു നോക്കൂ. അതിൻ്റെ അകത്ത് രക്ഷാകര പദ്ധതിയുടെ ഒഴിവാക്കാനാകാത്ത ഒരു ഘടകമായിട്ടൊന്നും ഈ പത്രോസ്ലീഹ ചെയ്ത തെറ്റ് വരുന്നില്ല. പത്രോസ്ലീഹ അവിടെ യേശുവിൻ്റെ പീഡാസഹനങ്ങളെ മാറി നിന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 2-3 പേർ ഇവനോട് ചോദിക്കുകയാണ്, നീ അവൻ്റെ ശിഷ്യനല്ലേ, നീ അവൻ്റെ കൂടെ നടക്കുന്ന ആളല്ലേ എന്ന് ചോദിച്ചപ്പോൾ പത്രോസ്ലീഹ പറയും, ഞാൻ അവനെ അറിയുന്ന പോലുമില്ല. അത് വലിയ തെറ്റാണ്.
യേശുവിനെ കാണിച്ചു കൊടുക്കുകയല്ല, യേശുവിനെ അറിയുക പോലുമില്ല എന്നുള്ള സന്ദേശമാണ്. യേശുവിനെ പത്രോസിനെ പോലെ അറിഞ്ഞവൻ ആരാണുള്ളത്? സത്യത്തിൽ പത്രോസിനെ പോലെ യേശുവിൻ്റെ സ്നേഹത്തെ അനുഭവിച്ചവൻ ആരാണുള്ളത്? വെറും മുക്കുവനായിരുന്ന തന്നെ വിളിച്ച് ഉയർത്തി അപ്പോസ്തോല ഗണത്തിലേക്ക് പ്രവേശിപ്പിച്ച്, പത്രോസെ നീ പാറയാകുന്ന ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞുകൊണ്ട് സഭ പണിയുവാനുള്ള അടിസ്ഥാനമായിട്ട് വരെ രൂപാന്തരപ്പെടുത്തിയ, വെറും കടലിൽ കിടന്ന് മരിക്കേണ്ടവനായവനെ സഭയുടെ തലപ്പത്തേക്ക് കൊണ്ടുവന്നവനാണ് ക്രിസ്തു. ആ ക്രിസ്തുവിനെ അറിയുക പോലും ഇല്ല എന്ന് പറയുന്ന പത്രോസിൻ്റെ ആ പ്രവൃത്തിയിൽ വലിയ ഒരു പാപത്തിൻ്റെ, തെറ്റിൻ്റെ ഒരു തലം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്തുമാകട്ടെ, രണ്ടുപേരും തെറ്റ് ചെയ്തു എന്നുള്ളത് സത്യമാണ്. യൂദ ചെയ്തത് സുവിശേഷ വേലയാണെങ്കിലും അതിൻ്റെ പിന്നിൽ ദ്രവ്യാഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ട് അത് തെറ്റായി മാറി. പത്രോസ് ചെയ്തത് പൂർണ്ണമായിട്ടും തെറ്റായിരുന്നു. രണ്ടുപേരും തെറ്റ് ചെയ്തവരാണ്. ഈ തെറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയെ ശിക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വചനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ മാനുഷികമായ തലത്തിൽ നിന്നുകൊണ്ട് ഉള്ള ഒരു ശിക്ഷാവിധിയാണ് ഇതിന് കൊടുക്കുന്നതെങ്കിൽ പത്രോസിൻ്റെ പ്രവൃത്തിക്കായിരിക്കും കൂടുതൽ ശിക്ഷാവിധി കൊടുക്കുക. കാരണം മറ്റൊന്നുമല്ല, പത്രോസ് ചെയ്തത് യേശുവിനെ അറിയുക പോലുമില്ല എന്നുള്ള തെറ്റാണ് എന്നുള്ളത് കൊണ്ട് തന്നെ. കാരണം എല്ലാം ഞാൻ മുൻപ് നിങ്ങളോട് പങ്കുവെച്ചതാണല്ലോ. എന്തുമാകട്ടെ, തീർച്ചയായിട്ടും ഇവിടെ രണ്ടുപേരും തെറ്റ് ചെയ്തു. പക്ഷേ ഇവിടെ രക്ഷ എന്ന് പറയുന്ന ഒരു തലത്തെ സ്വീകരിക്കുന്നത് പത്രോസ് ആണ് എന്ന് നമുക്കറിയാം. മറിച്ച് യൂദായുടെ ജീവിതത്തിൽ താൻ രക്ഷ എന്ന് പറയുന്ന ഒരു തലത്തെ സ്വീകരിക്കാതെ മരണത്തിന് വിധേയനായി പോകുന്ന, ദാരുണമായ അന്ത്യത്തിന് വിധേയമായി പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? പത്രോസിൻ്റെ ജീവിതത്തിൽ രക്ഷ കൈവന്നു, യൂദായുടെ ജീവിതത്തിൽ രക്ഷ കൈവന്നില്ല. എന്താണ് ഇതിൻ്റെ കാരണം? ഇതിൻ്റെ കാരണം ചോദിച്ചാൽ പത്രോസ് അനുദപിച്ചു എന്ന് പറയും. അപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, യൂദാ അനുദപിച്ചില്ലേ? ഞാൻ പറയുന്നു, യൂദായും അനുദപിച്ച വ്യക്തിയാണ്, പത്രോസും അനുദപിച്ച വ്യക്തിയാണ്. യൂദായും തൻ്റെ തെറ്റിനെക്കുറിച്ച് അനുദപിച്ചു, പത്രോസും തൻ്റെ തെറ്റിനെക്കുറിച്ച് അനുദപിച്ചു. വേദപുസ്തകത്തിൽ ഈ വചനഭാഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ 26-ാം അധ്യായത്തിൻ്റെ 69 മുതൽ 75 വരെയുള്ള വാക്യത്തിൽ പത്രോസ്ലിയ തള്ളിപ്പറയുന്നതും അനുദപിക്കുന്നതും കാണുവാനായിട്ട് സാധിക്കും. അതിൻ്റെ മത്തായി സുവിശേഷം തന്നെ 27-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ യൂദാ അനുദപിച്ചതായിട്ടും കാണുവാനായിട്ട് സാധിക്കുകയാണ്. രണ്ട് കൂട്ടരും അനുദപിച്ചതായിട്ട് ഈ രണ്ട് ഭാഗത്തും എഴുതപ്പെട്ടിട്ടുണ്ട്. പത്രോസ് തൻ്റെ ജീവിതത്തിലെ തെറ്റിനെ ഓർത്ത് കരഞ്ഞ് അനുദപിച്ചു. യേശുവിൻ്റെ മുൻപിൽ അവൻ നിലവിളിച്ച്, ഇങ്ങനെയാണ് എഴുതിയിരിക്കുക 75-ാം വാക്യത്തിൽ, കോഴി കൂവും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് യേശു പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് പുറത്തു പോയി അതിദുഃഖത്തോടെ കരഞ്ഞു എന്ന് എഴുതിയിരിക്കുക. അതോടൊപ്പം തന്നെ അതാണ് പത്രോസിൻ്റെ അനുതാപം. യൂദായുടെ അനുതാപം എന്താണ് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. അതിൻ്റെ 4-ാമത്തെ വാക്യം 27:4 ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് യൂദാ അനുദപിക്കുകയാണ്. കണ്ടോ, രണ്ടുപേരും അനുദപിക്കുകയാണ്. തങ്ങളുടെ തെറ്റിനെക്കുറിച്ച് രണ്ടുപേർക്കും ബോധ്യം വന്നു. രണ്ടുപേരും തങ്ങളുടെ തെറ്റിനെ ഓർത്ത് അനുദപിച്ചു. പക്ഷേ യൂദാ രക്ഷപ്പെട്ടില്ല, പത്രോസ് രക്ഷപ്പെട്ടു. എന്താണ് ഇതിൻ്റെ കാരണമെന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ചോദിക്കുക. പലപ്പോഴും ഇന്ന് നമ്മുടെ അനുതാപങ്ങളിലും കണ്ടെത്താൻ കഴിയുന്ന രണ്ട് തലമാണ് ഈ പത്രോസിൻ്റെയും യൂദായുടെയും തലമെന്ന് പറയുന്നത്. ചിലർ അനുദപിക്കുന്നത് യൂദാ അനുദപിക്കുന്നത് പോലെയാണ്, പക്ഷേ അവർക്ക് അനുതാപം ഉണ്ടായിട്ടും രക്ഷ വരുന്നില്ല. ചിലർ അനുദപിക്കുന്നത് പത്രോസ് അനുദപിക്കുന്നത് പോലെയാണ്. അവർ അനുദപിക്കുമ്പോൾ അവർക്ക് രക്ഷയുടെ സ്വാതന്ത്ര്യം അനുഭവിക്കുവാനായിട്ട് കഴിയുന്നു. ഇതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് ഞാൻ കടന്നു വരട്ടെ. ഇങ്ങനെയാണ് അതിൻ്റെ ഉത്തരം നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുക. യൂദായുടെ അനുതാപത്തിൽ ക്രിസ്തു ഉണ്ടായിരുന്നില്ല, പത്രോസിൻ്റെ അനുതാപത്തിൽ ക്രിസ്തു ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ രണ്ട് അനുതാപങ്ങൾ തമ്മിലുള്ള പ്രത്യേകത. യൂദ തന്നെ ഓർത്ത്, തൻ്റെ തെറ്റിനെ ഓർത്ത് സ്വയം കുറ്റപ്പെടുത്തുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ പത്രോസ്ലിയ ചെയ്തതല്ല, തൻ്റെ തെറ്റിനെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് കരയുകയാണ് ചെയ്തത്. ഇതാണ് ഇവർ രണ്ടും തമ്മിലുള്ള അനുതാപത്തിൻ്റെ പ്രത്യേകത. യൂദ തന്നെ കുറ്റപ്പെടുത്തി, സ്വയം കുറ്റപ്പെടുത്തി, ഞാൻ തെറ്റ് ചെയ്തു, ഞാൻ പാപം ചെയ്തു, ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് തൻ്റെ മനസ്സാക്ഷിയോട് തന്നെ തൻ്റെ തെറ്റിനെക്കുറിച്ച് ആവർത്തിച്ച് സംസാരിച്ച് തന്നെ പീഡിപ്പിച്ച് കുറ്റബോധം എന്ന് പറയുന്ന ഒരു തിന്മയുടെ അടിമയായി തീരുകയായിരുന്നു യൂദാ ചെയ്തത്. മറിച്ച് പത്രോസ് ചെയ്തത് എന്താണ്? കരഞ്ഞ് തൻ്റെ ജീവിതത്തിലെ പാപത്തെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ്, ദൈവമേ യേശുവേ ഞാൻ തെറ്റ് ചെയ്തു പോയി എന്നുള്ള ചിന്തയിൽ
കർത്താവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ കരഞ്ഞ് അനുതപിക്കുകയായിരുന്നു പത്രോസ് ചെയ്തത്. അവിടെ പത്രോസിന് രക്ഷ എന്ന് പറയുന്ന തലം സ്വീകരിക്കുവാനായിട്ട് കഴിഞ്ഞു. ഇവിടെ യൂദായുടെ അനുതാപവും പത്രോസിൻ്റെ അനുതാപവും തമ്മിലുള്ള വ്യത്യാസം, യൂദായുടെ അനുതാപത്തിൽ ക്രിസ്തു ഉണ്ടായിരുന്നില്ല, പത്രോസിൻ്റെ അനുതാപത്തിൽ ക്രിസ്തു ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞൊന്ന് നോക്കൂ. നിങ്ങളുടെ അനുതാപം ഏത് തരത്തിലാണ്? നിങ്ങളുടെ അനുതാപങ്ങളിൽ ക്രിസ്തു ഉണ്ടോ, അതോ ക്രിസ്തു ഇല്ലാത്ത അനുതാപമാണോ നിങ്ങൾ നടത്തുക? പലരുടെയും ഉള്ളിൽ അവർ തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ കടന്നു വരുന്ന ചിന്തയുണ്ട്, അയ്യോ ഞാൻ തെറ്റ് ചെയ്തു പോയി, ഞാൻ തെറ്റുപോയി, ഞാനൊരു ചീത്ത മനുഷ്യനാണ്, ഞാൻ ഒരിക്കലും നല്ലവനല്ല, ഞാൻ ഒരിക്കലും നന്നാവില്ല. ഇങ്ങനെയുള്ള സ്വയം കുറ്റപ്പെടുത്തുന്ന സ്വഭാവമുള്ള ഒത്തിരി ജീവിതങ്ങളെ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് രോഗികളായിട്ടുള്ള വ്യക്തികളെയൊക്കെ കാണാൻ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ അവരിൽ നിന്ന് കേൾക്കുന്ന നിരാശയുടെ ഒരു വാക്കുണ്ട്, കുറ്റബോധത്തിൻ്റെ ഒരു വാക്കുണ്ട്. അവരിങ്ങനെ പറയും, ഞാൻ തെറ്റ് ചെയ്തിട്ടുള്ള ആളാണ്, ഞാൻ ഒത്തിരി തെറ്റ് ചെയ്തിട്ടുള്ള ആളാണ്, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ വന്നത്. ക്യാൻസർ രോഗത്തിൻ്റെ മൂർധന്യതയിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞ വാക്കുകൾ ഇതാ, ഈ കുറ്റബോധത്തിൻ്റെ വാക്കാ. ഞാനൊന്നും ഒരിക്കലും നന്നാവില്ല, എനിക്കിങ്ങനെ വേണം, ഞാൻ ഇതൊക്കെ